വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ് ജില്ലാ ആശുപത്രിക്ക് സമീപം ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. നമ്മുടെ ജീവിതത്തിൽ ചായയ്ക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ചായ സൽക്കാരവും ചായ വിരുന്നുമെല്ലാം മലയാളികളുടെ ജീവിതത്തിലെ അവിഭാജ്യ ഘടകമാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കപ്പ് ചായ അത് നിർബന്ധമാണ്. അത് കുടിച്ചില്ലെങ്കിൽ ഉന്മേഷം വരില്ല എന്ന് പറയുന്നവരായിരിക്കും ഭൂരിഭാഗം ആളുകളും. നല്ല കടുപ്പത്തിലും കടുപ്പം കുറച്ചും മീഡിയം സ്ട്രോങ് പാലിനൊപ്പം അങ്ങനെ ചായ ശീലമാക്കിയ പലതരം ആളുകളുണ്ട്. എന്നാൽ വളരെ എളുപ്പത്തിൽ മായം കലർത്താൻ സാധ്യതയുള്ള ഒന്നാണ് ചായപ്പൊടി. ചായപ്പൊടിയിൽ മായം കലർത്തിയിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള വഴികൾ നോക്കാം. തേയില ഫാക്ടറികളിൽ നിന്ന് ഉപേക്ഷിക്കുന്ന വില കുറഞ്ഞ തേയില, ചായക്കടകളിൽ ഉപയോഗിച്ച് കളയുന്ന തേയില ചണ്ടി, ഇതൊക്കെ ചേർത്ത് ആദ്യം ഉണക്കിയെടുക്കും. അതിൽ കൃത്രിമ നിറം ചേർക്കും. ഒപ്പം മണവും രുചിയും വരാൻ കാരമൽ എന്ന രാസവസ്തു ചേർക്കും. ഇങ്ങനെയാണ് കടുപ്പമുള്ള ചായപ്പൊടി വ്യാജമായി നിർമ്മിച്ചെടുക്കുന്നത്. സൺസിറ്റ് യെല്ലോ, ടട്രാസിൻ, കാർമോസിൻ, ബ്രില്യൻ ബ്ലൂ, ഇൻഡിഗോ കാരമൈൻ എന്നീ രാസവസ്തുക്കൾ ചേർത്ത് നിർമ്മിക്കുന്ന ചോക്ലേറ്റ് ബ്രൗൺ എന്ന കൃത്രിമ നിറമാണ് വ്യാജമായി നിർമ്മിക്കുന്ന ചായപ്പൊടിക്ക് നിറം നൽകാൻ പ്രധാനമായും ഉപയോഗിക്കുന്നത്. ചായപ്പൊടി വ്യാജമാണോ എന്ന് തിരിച്ചറിയാൻ ഒരു ലിറ്റ്മസ് പേപ്പറിൽ കുറച്ച് ചായപ്പൊടി എടുക്കുക. അതിലേക്ക് 3-4 തുള്ളി വെള്ളം ഒഴിക്കുക. കുറച്ച് സമയത്തിനു ശേഷം ചായപ്പൊടി ലിറ്റ്മസ് പേപ്പറിൽ നിന്ന് മാറ്റുക. ചായപ്പൊടിയിൽ മായം കലർന്നിട്ടില്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പറിൽ നേരിയ അളവിൽ നിറം പിടിച്ചിട്ടുണ്ടാകും. മായം കലർന്നതാണെങ്കിൽ കറ പോലെ ഇരുണ്ട നിറം പടർന്നിട്ടുണ്ടാകും. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ നേരത്തെ ഈ പരിശോധനയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു. നിറം നോക്കി ചായപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ അല്പം ചായപ്പൊടി എടുത്ത് നനഞ്ഞ വെളുത്ത കടലാസിൽ വിതറിയിടുക. അല്പം കഴിഞ്ഞ് നോക്കിയാൽ കടലാസിൽ മഞ്ഞ, പിങ്ക്, ചുവപ്പ് എന്നീ നിറങ്ങൾ കാണുകയാണെങ്കിൽ ഇത് മായം കലർന്ന തേയിലയാണെന്ന് മനസ്സിലാക്കാം. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് അതിൽ ചായപ്പൊടി ഇടുക. കൃത്രിമ നിറം ചേർത്തിട്ടുണ്ടെങ്കിൽ നിറം വെള്ളത്തിന് മുകളിൽ നിൽക്കും. തുടർന്ന് ചായപ്പൊടി ഗ്ലാസിന് താഴെ എത്തും. പച്ചവെള്ളത്തിൽ തേയില ചേർക്കുമ്പോൾ നിറം പെട്ടെന്ന് പടരുന്നുണ്ടെങ്കിലും തേയിലയിൽ മായം കലർന്നിട്ടുണ്ട് എന്ന് കാര്യം മനസ്സിലാക്കാം. ഈ കാര്യങ്ങളെല്ലാം തന്നെ ശാസ്ത്രീയ പരിശോധനയിലൂടെ കണ്ടെത്തിയതാണ്. ചായപ്പൊടിയിൽ മായം കലർന്നിട്ടുണ്ടോ എന്ന പ്രാഥമിക പരിശോധനകളിലൂടെയാണ് ശാസ്ത്രീയ പരിശോധനയിലേക്ക് പോകേണ്ടത്. ശാസ്ത്രീയ പരിശോധനയിലൂടെ മാത്രമേ ഏത് രാസവസ്തുവാണ്, അത് എത്ര അളവിലാണ് ചായപ്പൊടിയിൽ കലർത്തിയത് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനായി നമ്മൾ ലബോറട്ടറികളെ തന്നെ ആശ്രയിക്കണം. മായമുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തുകയാണെങ്കിൽ ഉടൻ തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ 1842551125 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്കോ 047123222833 എന്ന നമ്പറിലേക്കോ വിളിച്ചറിയിക്കണം. മായമില്ലാത്ത ഭക്ഷണം കഴിക്കുക എന്നത് നമ്മുടെ അവകാശമാണ്. ഇതിനായി നമുക്ക് ഒന്നിച്ച് മുന്നോട്ടു പോകാം. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.